ദൈവത്തിൻ്റെ വചനത്തെ ആരെല്ലാം മാനിച്ചിട്ടുണ്ടോ ദൈവം അവരെ മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, മാർക്കോണി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. റേഡിയോ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് മാർക്കോണി. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം വളരെ കുഞ്ഞുനാൾ തൊട്ടേ ബൈബിള് കുത്തിപ്പിടിച്ചിരുന്ന് വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബൈബിളിൻ്റെ ഒരു അഡിക്റ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരിയേറെ നല്ല മാർക്ക് വാങ്ങി സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴും ബൈബിൾ അദ്ദേഹം കൊണ്ടു നടക്കുകയും ബൈബിൾ അദ്ദേഹം എപ്പോഴും വായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം റേഡിയോ കണ്ടുപിടിച്ചത്. ഇപ്പം നമുക്കത് വലിയ കാര്യമല്ല, കാര്യം ടെലിവിഷനും മൊബൈൽ ഫോണും എന്താണ് പറയേണ്ടത്, ഒന്നും നമുക്ക് അന്നൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഒന്നുമില്ലാത്ത കാലത്ത് ആദ്യമായിട്ട് ഈ റേഡിയോ ഇങ്ങോട്ട് വരികയാണ്. അപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആളുകൾ ഈ റേഡിയോ മേടിച്ചു വെച്ചിട്ട് ആദ്യമായിട്ടുള്ള ആ പ്രക്ഷേപണം കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്തായിരിക്കും ഈ കമ്പിയും കണക്ഷനും വയറും ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചു പാട്ടയിലൂടെ ആദ്യമായിട്ട് ശബ്ദം വരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടിരിക്കുമ്പോൾ മാർക്കോണിയാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ മാർക്കോണി റേഡിയോയിലൂടെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആളുകളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് റേഡിയോയിലൂടെ ആദ്യമായിട്ട് വന്ന ശബ്ദം ഇതാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേത് മാത്രമാകുന്നു. ആളുകളെല്ലാം ഇങ്ങനെ ഇരുന്ന് ആദ്യമായിട്ട് ഏതോ സയൻസിൻ്റെ വലിയ രഹസ്യമാണ് ഇയാൾ പറയാൻ പോകുന്നെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ബൈബിളിലൂടെ കുഞ്ഞുനാൾ തൊട്ട് സ്വർഗത്തിലെ പിതാവിനെ പറ്റി യേശു പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മാർക്കോണി തൻ്റെ പ്രക്ഷേപണം ആരംഭിച്ചത്. ഈ പ്രക്ഷേപണം കഴിഞ്ഞ് പത്രക്കാരെല്ലാം അദ്ദേഹത്തെ വളഞ്ഞു. അവർ ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് ഒരു സയൻറ്റിഫിക് സീക്രട്ട് പറയാതെ, ഈ റേഡിയോ എങ്ങനെ കണ്ടുപിടിച്ചതിനെ പറ്റി ഒരു വാക്ക് പറയാതെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ തലമണ്ടയിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വന്നപ്പോൾ എൻ്റെ തലച്ചോറിലെ സെല്ലുകൾ പ്രകാശിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം എന്നിൽ ജ്ഞാനമായി മാറി. The word of God became the wisdom of God. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ജ്ഞാനമായി മാറി. അങ്ങനെ ഇരിക്കെ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ ബുദ്ധി പ്രകാശിക്കുകയും റേഡിയോയെക്കുറിച്ചുള്ള വലിയ ചിന്തകൾ എൻ്റെ തലച്ചോറിൽ പ്രകാശിപ്പിക്കുന്നതിന് ദൈവവചനം കാരണമായി തീർന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എനിക്ക് റേഡിയോ കണ്ടുപിടിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ തീരുമാനമെടുത്തു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ ആദ്യമായിട്ട് റേഡിയോയിലൂടെ ചൊല്ലിക്കൊണ്ടായിരിക്കും ഞാൻ റേഡിയോയിലൂടെ ആദ്യമായിട്ട് സംസാരിക്കുന്നത് എന്ന് ഞാൻ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, ഇവിടെ ഒരുപാട് നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ധ്യാനം കൂടുന്നു. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാവോ, ഈ പണ്ട് സർജറി ചെയ്തിരുന്നത് എങ്ങനെയാണെന്നറിയാവോ? അനസ്തേഷ്യ ഇല്ലായിരുന്ന കാലത്ത് നമ്മളത് വായിക്കണം. ആളുകളെ പിടിച്ചുകൊണ്ടൊന്ന് കെട്ടിയിട്ടിട്ട് ഒരു കയ്യെ കയറി ഒരുത്തൻ കയറിയിരിക്കും, ഇപ്പുറത്തെ കയ്യിൽ ഒരുത്തൻ കയറിയിരിക്കും, കാലെ 2 പേര് കയറിയിരിക്കും. എന്നിട്ട് ബോധം കെടുത്താനൊന്നുമില്ല, പിച്ചാത്തി വെച്ച് വയറങ്ങോട്ട് കീറും. അപ്പോൾ ഇയാളുടെ ഈ വേദനയുണ്ടല്ലോ പ്രിയപ്പെട്ടത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം വായിലോട്ട് തുണി കുത്തിക്കയറ്റി, സത്യമാണ്, ഈ തുണി കുത്തിക്കയറ്റിട്ട് ശബ്ദം 1.5 കിലോമീറ്റർ വരെ കേൾക്കും. അതുപോലെ കിടന്ന് അലറും, പച്ച മാംസം കീറും. അങ്ങനെ ഇരിക്കുകയാണ് ജെയിംസ് സിംസൺ എന്ന് പറയുന്ന ഡോക്ടർക്ക് ഇത് കണ്ടങ്ങോട്ട് മടുത്തു. അദ്ദേഹം എന്നും ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കും, ബൈബിൾ തുറന്നു പിടിച്ച്, കർത്താവേ ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ആളുകൾ കിടന്ന് നിലവിളിക്കുന്ന നിലവിളി, അവരുടെ കുടലും വയറും ഒക്കെ കീറുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, എന്നെ രക്ഷിക്കണേ കർത്താവേ. അയാൾ നിലവിളിക്കുകയാണ്. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. ഒരു ദിവസം ജെയിംസ് സിംസൺ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ എടുത്തപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ വന്നു, മോനെ ഇന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ വായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ അദ്ദേഹം വായിച്ചു വരികയാണ്: ദൈവമായ കർത്താവ് മനുഷ്യനെ ഒരു ഗാഠനിദ്രയിലാക്കി അതിനുശേഷം അവൻ്റെ വാരിയെടുത്ത് സ്ത്രീക്ക് ജന്മം കൊടുത്തു. ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തൊരു തീ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫയർ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് തോന്നി, ഇതെന്താ എനിക്ക് സംഭവിക്കുന്നത്? നേരത്തെ ഞാൻ പല പ്രാവശ്യം ഈ വചനം വായിച്ചിട്ടുണ്ട്, വീണ്ടും വായിക്കാൻ തോന്നുകയാണ്. അദ്ദേഹം വീണ്ടും വായിച്ചു: ദൈവമായ കർത്താവ് മനുഷ്യനെ ഒരു ഗാഠനിദ്രയിൽ ആഴ്ത്തിയതിനു ശേഷം അവൻ്റെ വാരിയെടുത്തു. വീണ്ടും വീണ്ടും അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഗാഠനിദ്രയിൽ ആഴ്ത്തിക്കഴിഞ്ഞാൽ മനുഷ്യനെ സർജറി ചെയ്യുന്ന സമയത്ത് അവന് വേദനിക്കുകയില്ല. ഹല്ലേലൂയ. ആദത്തെ ദൈവം പച്ചക്കല്ല കീറിയത്, അനസ്തേഷ്യ കൊടുത്തതിന് ശേഷമാണ് കീറിയത് എന്നുള്ള വലിയൊരു ബോധ്യം
ജെയിംസ് സിംസന് കിട്ടുകയാണ്. അദ്ദേഹം ബൈബിളിന്റെ പുറത്ത് കരം വെച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: സ്വർഗത്തിലെ പിതാവേ, ആളുകളെ മയക്കുവാനുള്ള ഒരു ടെക്നിക്ക്, അന്ന് ഒരു മരുന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു, ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യമാണ് ക്ലോറോഫോം. പ്രൈസ് ദി ലോർഡ്. ക്ലോറോഫോം എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിക്കപ്പെടുന്നത് ബൈബിളിലെ ആദത്തെ ദൈവം ഉറക്കിക്കിടത്തി ഹവ്വായെ സൃഷ്ടിക്കുന്ന രംഗം വചനത്തിലൂടെ വായിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതാണ്.